ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ലോകരുടെ മധ്യത്തിൽ ഈ ദാസിക്ക് ഒരു ചാൻസും കൂടെ തന്നിരിക്കുന്നതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം പ്രയറിനെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് അതൊന്ന് ചിന്തിക്കാം. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. ആദ്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ 2 വാക്യങ്ങൾ 13-ഉം 14-ഉം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ അപേക്ഷിക്കണം. കർത്താവ് നമ്മളുടെ മധ്യസ്ഥനാണ്. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ അപേക്ഷിക്കുന്നത് കർത്താവ് പുത്രനിൽ കൂടെ തന്നെ മഹത്വപ്പെടാൻ വേണ്ടി കർത്താവ് അത് ചെയ്തു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രയറിനെ പറ്റി വേറൊരു സ്ഥലത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത്, അതായത് മാത്യു 7:7 യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ യാചിക്കണം, നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കണം, ചോദിക്കണം. അങ്ങനെ ആകുമ്പം കർത്താവ് നമുക്കത് കാര്യങ്ങൾ തരും. നമ്മൾ മിണ്ടാതിരുന്നാൽ നമുക്ക് ലഭിക്കത്തില്ല. ഒരു ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലായിരിക്കണം ഒരു ക്രിസ്തു വിശ്വാസിയുടെ പ്രാർത്ഥന എന്നത്. അതായത് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ആ വ്യക്തിയിൽ എപ്പോഴും ധൈര്യം കാണും. അതായത് കോൺഫിഡൻസ് ഉള്ള വ്യക്തിയായിരിക്കും, എപ്പോഴും സ്ട്രെങ്ത് ഉള്ള വ്യക്തിയായിരിക്കും, ഹോപ്പ് ഉള്ള, എപ്പോഴും ഒരു പ്രത്യാശ, ഒരു ധൈര്യം, ഒരു ബലം, അതുപോലെ തന്നെ ഒരു ദൈവത്തിൽ എപ്പോഴും സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കും പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്തൊക്കെ നമുക്ക് ലഭിക്കും ബെനിഫിറ്റുകൾ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ഹൃദയം പകരുവാൻ. അങ്ങനെയാകുമ്പം നമ്മൾ കർത്താവുമായിട്ടൊരു ക്ലോസ് റിലേഷൻ നമുക്ക് ഉണ്ടാകുന്നതായിട്ട് കാണും. അങ്ങനെയാകുമ്പം കർത്താവിൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മൾക്കുണ്ടായിരിക്കണം. അത് കാരണം നമുക്ക് ടെൻഷൻ, ആകാംക്ഷ, ആൻസൈറ്റി ഇതൊക്കെ നമുക്ക് കുറയുന്നതായിട്ട് കാണും. നമ്മളിൽ നന്ദിയും സ്തോത്രവും നമ്മളിൽ നിന്ന് ഉയരുന്നതായിട്ടും കാണും. അതുപോലെ മറ്റുള്ളവരെയും കൂടെ കെയർ ചെയ്യുന്ന, നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാതെ മറ്റുള്ളവരെ ഓർത്തും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ഉള്ളൊരു വിശ്വാസിക്ക് ദൈവത്തെ യഥാർത്ഥമായിട്ട് കേൾക്കുവാൻ പറ്റും. അതുപോലെ നമുക്ക് എതിരെ വരുന്ന ടെംപ്റ്റേഷനുകളെ നമുക്ക് ജയിക്കാൻ സാധിക്കും. അതിലൂടെ പല അതിശയങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പിന്നെ 5 കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ 5 കീ പോയിൻറ്റ്സ്. ഒന്നാമത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവത്തിൽ നമ്മളെ മുഴുവനായിട്ട് സമർപ്പിച്ച് മാനസാന്തര അനുഭവത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ പെറ്റീഷൻസ്, നിവേദനങ്ങളൊക്കെ
ദൈവം മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം. ദൈവം നമ്മുടെ മധ്യസ്ഥനാണെന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നന്ദിയോടെ, സ്തോത്രത്തോടുകൂടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അതുപോലെ പരീശന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെ പരസ്യമായിട്ട് നിന്ന് പ്രാർത്ഥിക്കാതെ കതകടച്ച് രഹസ്യത്തിൽ നമ്മുടെ പിതാവിനോട് നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയണം. അതുപോലെ നമ്മളെ മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സാത്താന് എപ്പോഴും പ്രാർത്ഥനയെ പേടിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ കർത്താവും വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വിജന സ്ഥലത്ത് ചെന്ന് കർത്താവ് പിതാവാം ദൈവത്തോട് തൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് കർത്താവിൽ നിന്ന് കൃപയെടുക്കുമായിരുന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഓരോ സന്ദർഭങ്ങളിലും ഓരോ സിറ്റുവേഷനിലും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയാന്തർഭാഗത്തു നിന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ പാത്രങ്ങൾ വീട്ടുകാരുടെ പാത്രങ്ങൾ കഴുകുമ്പോൾ അതിൽ അഴുക്ക് നീക്കുമ്പോൾ അതിലൂടെയും ഓരോരുത്തരുടെയും അവരുടെ ജീവിതത്തിലെ അഴുക്കുകളും ഒക്കെ നീങ്ങുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജോലി ചെയ്യാൻ പറ്റും. വീട് തൂത്തു തുടയ്ക്കുമ്പോൾ വീട്ടിലെ ദുഷ്ടുകളും എല്ലാ അഴുക്കുകളും നീങ്ങുവാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ ജോലികൾ ചെയ്യുന്നത് സന്തോഷത്തോടുകൂടെ വേണം. അത് പ്രാർത്ഥനയോടും കൂടെ ആവുമ്പം ദൈവം അതിനെ അനുഗ്രഹിക്കും. അതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹൃദയം തുറന്ന് ദൈവമുമ്പാകെ വിശ്വാസത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയണം. അതുപോലെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിച്ച കാര്യം, അതായത് ലൂക്കോസ് 11:1-4 വരെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ആദ്യം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പിന്നീട് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറയണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതായത് ദിനം പ്രതി നമുക്ക് വേണ്ടുന്ന ആഹാരം തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്നും പ്രാർത്ഥിക്കണം. ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അതുപോലെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും നമ്മളോട് ക്ഷമിക്കണമേ എന്നും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മുടെയും പ്രാർത്ഥനയിൽ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കർത്താവിൽ അടിയുറച്ച് വിശ്വാസത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് കർത്താവിനോട് അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ ഒറിജിനൽ ഫാദർ ആണെന്നുള്ള ചിന്തയോടുകൂടെ നമ്മുടെ പപ്പയോട് നമ്മൾ നമ്മുടെ ആവശ്യം പറയുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യത്തിലും അങ്ങനെയുള്ള സിമ്പിൾ സെൻറ്റൻസിലും ദൈവത്തോട് നമുക്ക് കാര്യങ്ങൾ പറയുവാൻ സാധിക്കണം. സംശയമില്ലാതെ പറയുവാൻ സാധിക്കണം. നമ്മൾ ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിച്ച് അത് വീണ്ടും വീണ്ടും ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് ഇരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അപേക്ഷിക്കുന്നത് ഡൗട്ടില്ലാതെ കർത്താവിനോട് അപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.
എല്ലാറ്റിനും ഉപരി ദൈവത്തിൽ നന്ദിയുള്ളൊരു ഹൃദയം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾക്ക് സമയം കണ്ടെത്താം. കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഓരോരോ കാര്യങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ പറഞ്ഞ് അപേക്ഷിച്ച് കർത്താവിൽ നിന്ന് അത് നേടുവാൻ നമുക്ക് സാധിക്കട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. അങ്ങനെ ഒരു പ്രാർത്ഥനയെ ശ്വാസം പോലെ കൈകാര്യം ചെയ്യുവാനായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളെ ഭദ്രമായിട്ട് ദൈവം സൂക്ഷിച്ചു. വീണ്ടും നമുക്ക് പുതിയ ഒരാഴ്ചയും കൂടെ ദൈവം തന്നിരിക്കുന്നു. ഈ ആഴ്ചയിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കുവാനായിട്ട് കർത്താവ് ശക്തനായിരിക്കാൻ കർത്താവിന് നന്ദി പറയാം. അപ്പം നമ്മളിവിടെ എന്താണ് കണ്ടത്? കർത്താവിൽ നമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനുള്ള കൃപ കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തീകരിച്ച് നമ്മളിലേക്ക് അയക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ദൈവത്തിനും ദൈവത്തിൻ്റെ സ്വർഗത്തിനും മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും നമ്മളെ തന്നെ ദൈവം മുമ്പാകെ സമർപ്പിച്ച് മാനസാന്തര അനുഭവത്തോടുകൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ ഓർത്തുകൊണ്ട് നന്ദിയോടുകൂടെ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസവും വേണ്ടുന്ന കൃപകളും ആഹാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കണം. അതുപോലെ പരീക്ഷയിലേക്ക് നമ്മളെ കടത്തരുതേ എന്ന് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഒരാവശ്യമാണ്. ഏത് ദിവസവും പരീക്ഷകൾ വരുവാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, പരീക്ഷയിൽ കടത്തരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ നമ്മുടെ കടങ്ങളും ദോഷങ്ങളും നമ്മളോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവസാനവും രാജ്യവും ശക്തിയും മഹത്വവും കർത്താവിന് തന്നെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ കർത്താവിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ സ്പിരിച്വൽ ലൈഫ് നയിക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും ഇതുപോലെയുള്ള നല്ല സബ്ജക്റ്റുകൾ നമുക്ക് ചിന്തിക്കാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനുമുള്ള അവകാശമുണ്ട്. അത് നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കുക. താങ്ക് യു. ഗോഡ് ബ്ലെസ്.